ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലൂടെയാണല്ലോ പഠിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചിട്ടും കുറേ പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇങ്ങനെ കമൻസ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ ACCAക്കാർക്ക് മാത്രമുള്ളതല്ല, നിങ്ങൾ ഏതൊരു കോഴ്സ് ഓൺലൈനായിട്ട് പഠിക്കുകയാണെങ്കിലും ഇതൊക്കെ തന്നെ ആയിരിക്കും. അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓൺലൈനായിട്ട് പഠിക്കുന്നതുകൊണ്ട് കുറേ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ അഡ്വാൻറ്റേജസ് പറഞ്ഞു തുടങ്ങാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫീ തന്നെയാണ്. നമുക്ക് ഓഫ്ലൈനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓൺലൈനിൽ ഫീ വളരെ കുറവാണ്. അതുമാത്രമല്ല, നമ്മൾ ട്രാവൽ എക്സ്പെൻസ് ഇല്ല, ഹോസ്റ്റൽ ഫീ ഇല്ല. അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് ഫിനാൻഷ്യലി അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. നമുക്ക് ക്യാഷിന് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഓൺലൈൻ ഓപ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓൺലൈൻ എടുക്കുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ക്ലാസ് കാണാം. അതായത് നമുക്ക് ഫസ്റ്റ് ഒരു പ്രാവശ്യം ക്ലാസ് കണ്ടു, നമുക്ക് കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതൊന്നും കൂടി കാണാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ എത്ര പ്രാവശ്യം കാണണോ അത്രയും പ്രാവശ്യം കാണാൻ പറ്റും. ആ ഒരു കാര്യം നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ നടക്കില്ല. അവരൊരു പ്രാവശ്യം എടുക്കും, അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. എന്നാലും നമുക്ക് ആ ക്ലാസ് ഒന്നും കൂടി കാണാൻ പറ്റില്ലല്ലോ. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഓൺലൈൻ ക്ലാസ് തരുന്നുണ്ട്. നമുക്ക് കുറേ ഫ്രീ ടൈം കിട്ടും. അതായത് ഡെയിലി ഒരു 3 മണിക്കൂറൊക്കെയാണ് ക്ലാസ് എന്ന് വിചാരിക്കുക. ബാക്കി നമ്മുടെ ദിവസം മൊത്തം വെറുതെയാണ്. നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ. രാത്രി 1-2 മണിക്കൂർ പഠിക്കുക എന്നല്ലാതെ ഡേ ടൈം ഫുള്ള് ഫ്രീ ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ സ്കിൽസ് അക്വയർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഹോബീസ് ഡെവലപ്പ് ചെയ്യാം, എന്തെങ്കിലും ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അങ്ങനെ ഒരുപാട് ടൈം കിട്ടും. അത് വേസ്റ്റ് ചെയ്യാതെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കരിയറിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യും, അതായത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ സെൽഫ് ഡിസിപ്ലിനും മോട്ടിവേഷനും ഇമ്പ്രൂവ് ആവുമെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? സംഭവം ശരിയാണ്. ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്തൊരു കാര്യമാണത്. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ കറക്റ്റായിട്ട് ക്ലാസ് കണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡിസിപ്ലിനും അതേപോലെ തന്നെ സെൽഫ് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവും. അതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഓൺലൈൻ ആകുമ്പോൾ നമ്മളെ മോണിറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ പറഞ്ഞിങ്ങനെ പഠിപ്പിക്കാനോ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. നമ്മൾ സ്വയമായിട്ട് ചെയ്ത് ആ ക്ലാസ് ഡെയിലി സ്ട്രിക്റ്റ് ആയിട്ടിരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ ബാക്കിയുള്ള കാര്യങ്ങളിലും കൂടി അത് എഫക്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറേ ടൈം വെറുതെ ഉണ്ടാവുന്നു. ഈ ടൈം മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതായത് നിങ്ങൾക്ക് ജിമ്മിൽ പോവാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റ് വർക്ക്, ആർട്ട് വർക്ക്, വീഡിയോ എഡിറ്റിങ്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്കിന് വരെ പോവാം. അതൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് മാക്സിമം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുമോ അതൊക്കെ ഈ ഫ്രീ ടൈമിൽ ചെയ്തു തീർക്കുക. അല്ല വെറുതെ സിനിമയും കണ്ട് ദിവസം മൊത്തം കിടന്നുറങ്ങിയാൽ അത് ഒരു നല്ല കാര്യമായിരിക്കില്ല. ഡെയിലി ഓരോ സിനിമയൊന്നും വെച്ച് കണ്ടാൽ കുഴപ്പമില്ല കേട്ടോ, ഞാനും കാണാറുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് തന്നെയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്നതും ഹോസ്റ്റലിൽ പോയിട്ട് അവിടുത്തെ ഫുഡ് കഴിക്കുന്നതും നമ്മൾ നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഹോം സിക്നെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഓൺലൈൻ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ അടുത്തൊക്കെ ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ വേണം. ഇത്രയൊക്കെയാണ് അഡ്വാൻറ്റേജസ് പറയാനുള്ളൂ. ഇനി അഡ്വാൻറ്റേജസ് വളരെ കുറവാണ്, കൂടുതലും നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഇനി നമ്മൾ ഡിമെറിറ്റ്സിലോട്ട് വരികയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും. നമുക്ക് ക്ലാസ് അതേപോലെ തന്നെ പഠിത്തം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും. ബാക്കിയുള്ളവരപ്പോൾ കോളേജിലും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ചെയ്യും, അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമായിരിക്കും. കാരണം നമുക്കിതൊന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടായിക്കോണമെന്നില്ല, മിക്കവാറും ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. പിന്നെ വീട്ടിലെപ്പോഴും ഇരിക്കുക എന്ന് പറയുന്നത് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നല്ല രസമായിരിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ മടുത്തു തുടങ്ങും. കാരണം നമുക്ക് പുതിയ പുതിയ ഫ്രണ്ട്സൊന്നും ഇല്ലാതെയാവും. +2 വരെ എത്ര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ ആ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും നമുക്ക് ഇനി അങ്ങോട്ടും ഉണ്ടാവുക. കാരണം നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരാളാണ്, നമുക്ക് എവിടെ ഫ്രണ്ട്സ് ഉണ്ടാവാനാ? അവിടുന്ന് ഇവിടുന്നോ ചില ആൾക്കാരെ കണ്ട് സംസാരിച്ചു അത്രേ ഉള്ളൂ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതൊരു വലിയ ഡിമെറിറ്റ് ആണ്. കാരണം നമ്മൾ ഇനി പോകുന്നത് ഒരു കോർപ്പറേറ്റ് വേൾഡിലാണ്. അപ്പോൾ നമുക്ക് അവരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ അവരൊപ്പം വർക്ക് ചെയ്യും? നിങ്ങൾ അതെന്തായാലും കൺസിഡർ ചെയ്യണം, ആ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ള കാര്യം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രാക്ഷൻസ് വളരെ കൂടുതലായിരിക്കും.
കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, എപ്പോഴും നമ്മുടെ കയ്യിൽ ഈ ഫോണുണ്ട്. അപ്പോൾ ഒരു കോൾ എന്തെങ്കിലും വന്നു അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, പിന്നെ നമ്മളതിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് പിന്നെ കുറേ സമയം കഴിയും, ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ ഓർക്കുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ന്. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. ഫോൺ DND മോഡിലിടുക അല്ലെങ്കിൽ വേറെ റൂമിൽ കൊണ്ടുപോയി വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ അഡ്വാൻറ്റേജസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ലപോലെ മോട്ടിവേഷനും അതേപോലെ തന്നെ ഡിസിപ്ലിനും ഒക്കെ കൂടുന്നുള്ള കാര്യം. ഇൻ കേസ് നിങ്ങൾക്ക് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അതായത് നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് മോട്ടിവേഷൻ കൂട്ടാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് ക്ലാസ് പ്രോപ്പറായിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എക്സാം പാസ്സാകാൻ പറ്റില്ല. ക്ലാസ് പ്രോപ്പറായിട്ട് കാണണം, എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത് ആ ഒരു ഫോർമാറ്റിൽ ഇങ്ങനെ പോയെങ്കിൽ നമുക്ക് എക്സാമിന് അതുകൊണ്ടൊരു ഉപയോഗമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫെയിലാവും. സോ അങ്ങനെ ഫെയിലിയറിനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കമ്പൈൻ സ്റ്റഡിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂമിൽ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട് പഠിക്കുന്ന കാണുമ്പോഴേ നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ അവൻ പാസ്സാവും നമ്മൾ തോക്കും. ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ പഠിക്കും. ഇതങ്ങനെ ഇല്ല, നമുക്കൊരു കോമ്പറ്റീഷൻ ഇല്ല. നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കും, അത് തോറ്റു ആരും അറിയില്ല, നമ്മളും ഫാമിലി മാത്രമല്ലേ അറിയുള്ളൂ. സോ അങ്ങനെ ഒരു മൈൻഡ് സെറ്റായി മാറാൻ നല്ല സാധ്യതയുണ്ട്. സോ കുറച്ചെങ്കിലും സെൽഫ് കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ദയവേത് ഞങ്ങൾ ഓൺലൈൻ എടുക്കരുത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് പഠിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും അതേപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റി ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ എന്ത് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം എന്നുണ്ടെങ്കിലും താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാനത് എന്തായാലും ചെയ്യും. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.